നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പുട്ടാണ് ഉണ്ടാക്കുന്നത്. റവ വെച്ചിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത്. റവ വെച്ച് അധികം ആൾക്കാരും പുട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ. വെക്കേഷനൊക്കെ അല്ലേ, അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ഹെൽത്തിനും നല്ലതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. കുഞ്ഞുമക്കൾ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പുട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒരു കപ്പ് എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് എന്താ പറയുക, നമ്മൾ റവയൊക്കെ ഒന്ന് നനഞ്ഞ് വരാനായിട്ടാണ് കേട്ടോ. നന്നായിട്ട് ടീസ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇത് കട്ട കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നനവ് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റവക്ക് വറുത്ത റവ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. നിങ്ങൾ വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. കട്ടകളൊക്കെ കൈവച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ ഉടച്ചൊടച്ച് എടുക്കുക, ധൃതി കൂട്ടാതെ ഉടച്ചെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ ഉടഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൂടുതൽ തേങ്ങ താല്പര്യമുള്ളവർ കൂടുതൽ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യല്ല, ബട്ടറാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ. എന്നിട്ട് ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അതുകൂടാതെ നമ്മൾ പുട്ട് ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ അതൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. അപ്പം ഇത് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിലേക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കണമെങ്കിൽ കഴിക്കാൻ നേരത്തെ തുറന്ന് നോക്കുമ്പോൾ സൂപ്പർ സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ ഞാനെല്ലാം കൂടെ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തു, കുറച്ച് പിന്നെ നമ്മുടെ റവ ഇട്ട് കൊടുത്തു, വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഇത് ആവിയേറ്റെടുക്കുന്നത്. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയത്തിലേക്ക് മാറ്റുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുക്കുക കേട്ടോ. റവയാണല്ലോ, അപ്പോൾ ഇച്ചിരി വെന്ത് വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ 3-4 മിനിറ്റ് ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു കഷ്ണം പുട്ടെടുത്ത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് നെയ്യ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുഴച്ച് ഇച്ചിരി മധുരം ആവശ്യമാണെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂട്ടിയിട്ട് കുഴച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. കഴിക്കാത്ത കുട്ടികളും കൂടി